കോൺഗ്രസ്സുകാരനാണെങ്കിലും ആ കോൺഗ്രസ്സുകാരൻ ഈ സർക്കാർ നൽകുന്ന വീടിൽ വിശ്വസിച്ചുകൊണ്ടാണല്ലോ സർക്കാർ നൽകുന്ന വീട് മതി എന്ന് തീരുമാനിക്കുന്നത്. സർക്കാരിനെ കുറ്റപ്പെടുത്തല്ലേ, ഞാൻ ഒന്നും കൂടി സർക്കാരിനെ കുറ്റപ്പെടുത്തല്ലേ, കിളിപോയ മന്ത്രി എന്നൊരു തരത്തിലുള്ള ഒരു പ്രതികരണം. യഥാർത്ഥത്തിൽ അത് അദ്ദേഹത്തിന്റെ വേദനയിൽ എന്ന് പറഞ്ഞതാകാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അത് കാണിച്ചു കൊടുക്കണമെങ്കിൽ അവിടെ വീട് വേണം. പക്ഷെ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും പ്ലാൻ അനുസരിച്ച് അവിടെ വീടില്ലാത്തത് കൊണ്ട് വീട്ടിലെ വിള്ളലും കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ വന്നിരിക്കുന്ന, അല്ലെ നിങ്ങളുടെ അടുത്ത് പറയാൻ വന്നിരിക്കുന്ന ഒരു വിഷയം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് അല്ലെ തുടരെയായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ഇത് പറയുമ്പോൾ ചില ആളുകൾ ചിന്തിക്കുന്നുണ്ടാവും, എന്നും ഇവൻ ഈ കാര്യം തന്നെയാണല്ലോ പറയുന്നത്, അല്ലെ എന്നും ഇവൻ ഈ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണല്ലോ വീഡിയോയിലേക്ക് വരുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ. അങ്ങനെയെങ്കിൽ അതിനെനിക്ക് പറയാൻ ഒരു മറുപടിയുണ്ട്. അതായത് നമുക്കറിയാം, ഈ പ്രകൃതി ദുരന്തങ്ങളായിട്ടുള്ള വെള്ളപ്പൊക്കം, അതേപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള കാറ്റ്, അങ്ങനെയുള്ള ഒരുപാട് മണ്ണിടിച്ചിൽ, അതുകൂടാതെ കൊറോണ പോലെയുള്ള വലിയ വിപത്തുകൾ നമ്മുടെ നാട്ടിലേക്ക്, വലിയ ആപത്തുകൾ കടന്നു വരുന്നു. ഈ സാഹചര്യങ്ങളിലെല്ലാം ആ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ആ നാട്ടിൽ ഭരിക്കുന്ന ഒരു പാർട്ടി എന്താണ് ചെയ്യുന്നതെന്ന് നമ്മൾ നോക്കുകയാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് അല്ലേ. ആ നാട്ടിലുള്ള ഭരിക്കുന്ന പാർട്ടി അല്ലെങ്കിൽ ആ നാടിനെ നയിക്കുന്ന ഒരു പാർട്ടി ആ നാട്ടിലെ ജനങ്ങളുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ സുഖകരമായിട്ടുള്ള ജീവിതത്തിന് വേണ്ടിയിട്ട് എന്ത് അടിസ്ഥാന സൗകര്യങ്ങൾ കൊണ്ട് ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതൊക്കെ നമ്മൾ ആ സമയത്ത് ചിന്തിക്കുന്നതാണ്. എന്നാൽ ഇതെല്ലാം നമ്മൾ ഈ ഒരു 10 വർഷവും നമ്മളെല്ലാവരും അനുഭവിച്ചറിഞ്ഞതും നമ്മളെല്ലാവരും കണ്ടറിഞ്ഞതും അറിഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇടതുപക്ഷം എന്ന് പറയുന്ന പാർട്ടി ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെയും ഈ നാട്ടിൽ ജാതീയത അല്ലെങ്കിൽ വർഗീയത അല്ലെങ്കിൽ മതപരമായിട്ടുള്ള കുറേ അധികം വിദ്വേഷപരമായിട്ടുള്ള പരാമർശങ്ങൾ ഇതെല്ലാം കടന്നു വന്നപ്പോഴും ഇതിനെയെല്ലാം ഒരു ചെറു പുഞ്ചിരിയോടുകൂടി നോക്കിക്കൊണ്ട് നിന്നല്ല, ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളെ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് നോക്കിക്കൊണ്ട് നിന്നിരുന്ന ഒരു ഇടതുപക്ഷ സർക്കാരിനെയാണ് നമ്മളവിടെ കണ്ടതല്ലേ. മുഖ്യമന്ത്രിക്ക് ഒരു പേര് ഓൾറെഡി ഉണ്ട്, ഇരട്ടച്ചങ്കൻ എന്ന് പറയുന്നത്. ആ ഇരട്ടച്ചങ്കനും ഇരട്ടച്ചങ്കന്റെ നേതാക്കന്മാരും അല്ലെ ഇരട്ടച്ചങ്കന്റെ ഒരു പാർട്ടിയിലുള്ള ആളുകൾ എല്ലാവരും ഒത്തുചേർന്ന് നിന്നുകൊണ്ട് തന്നെ ഈ വലിയ വിപത്തിനെ നേരിടുകയാണ് ചെയ്തത്. ആ നാട്ടിലുള്ള ജനങ്ങളുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ ജീവിതത്തിൽ അവരെ ഒരാൾ പോലും ശല്യപ്പെടുത്താത്ത രീതിയിൽ അല്ലെങ്കിൽ അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെയോ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെയോ ഹനിക്കാത്ത രീതിയിൽ അങ്ങനെ ഹനിക്കാത്ത രീതിയിൽ പല കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുള്ള നേതാക്കന്മാരാണ് ഇടതുപക്ഷത്തിലിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ ഇത്രയും ഞാൻ ഈ പറഞ്ഞു വരുന്ന വേറൊന്നുമല്ല, ഇത്രയും വലിയ ദുരന്തം ഉണ്ടായപ്പോഴും ഒന്ന് അണഞ്ഞു നിൽക്കാതെ അവർക്ക് എന്താണ് ചെയ്തു കൊടുക്കാൻ സാധിക്കുക, അവരിപ്പോൾ ജീവിക്കുന്ന സാഹചര്യത്തിനേക്കാൾ മുകളിലേക്ക് അവരെ എങ്ങനെയാണ് നയിക്കാൻ സാധിക്കുക എന്ന് ചിന്തിച്ച ഒരു കൂട്ടം ആളുകളുടെ കാര്യമാണ്. അപ്പൊ നമ്മുടെ കൺമുൻപിൽ നമ്മൾ കണ്ടതും കണ്ടിട്ടില്ലാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലേ. അപ്പൊ അങ്ങനെയുള്ളൊരു കാര്യങ്ങൾക്കിടയിൽ നമ്മൾ എല്ലാ ദിവസവും മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ ആണെങ്കിലും അല്ലെങ്കിൽ വാർത്താ മാധ്യമങ്ങളാണെന്നുണ്ടെങ്കിലും ഏത് തുറന്നു വെച്ചാലും നമ്മൾ കാണുന്നതാണ് വയനാട് വിഷയങ്ങളിൽ ആ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇടതുപക്ഷ സർക്കാർ നടപ്പിലാക്കി കൊടുത്തിരിക്കുന്ന പദ്ധതികളും. ആ പദ്ധതികൾ മാത്രമല്ല, അവരുടെ ദിനപത്ത എന്ന് പറയുന്നത്, അവർക്ക് ദിവസേന അവർക്ക് കൂലി നൽകുക, വീട് വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ള ആളുകൾക്ക് 15 ലക്ഷം രൂപ നൽകുക, ഇനി വീടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് പല പദ്ധതികൾ. ഇതെല്ലാം കണ്ടിട്ടും കണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു രീതി, ആ രീതി ഇനിയും നമുക്ക് അങ്ങനെ അക്സെപ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കത്തില്ല എന്നുള്ള ഉറച്ച ബോധ്യത്തോടു കൂടി തന്നെയാണ് ഈ വീഡിയോ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതായത് എല്ലാം നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തു തരുന്ന ഒരു പാർട്ടിയെ വേറൊരു പാർട്ടി ഒന്നും ചെയ്തു തരാതെ ശവം തൂക്കികളായിട്ടുള്ള ഒരു ടീംസ് വന്നിട്ട് മെഴുകിക്കൊണ്ട് അവർ ചെയ്യുന്ന എല്ലാം തെറ്റാണ്, ഞങ്ങൾ ചെയ്തു തരാം, ഞങ്ങളെ അങ്ങോട്ട് കയറ്റി വിടുമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആ ഒരു തോന്നിവാസവും തന്തയ്ക്ക് പുറക്കാഴികയും ഇതൊട്ടും എനിക്കും അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങൾക്കും ആ മാധ്യമങ്ങളിലെ ന്യൂസുകൾ കണ്ടിട്ടുള്ള നിങ്ങൾക്കും പറ്റുന്നില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് നമ്മളും ഡെയിലി ഈ കാര്യങ്ങളെ പറ്റി തന്നെ പറയാനായിട്ട് വരുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു സ്മൃതീഷൻ അല്ലെങ്കിൽ സ്മൃതി പരുത്തിക്കുരു. പുള്ളിക്കാരി പറഞ്ഞ കുറേ അധികം കാര്യങ്ങളെ പറ്റി അല്ലേ. അതായത് ചാനൽ ചർച്ചകളിൽ വന്നിരുന്നു കൊണ്ട് ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനെതിരെ വലിയ രീതിയിൽ UDF വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുത്തുകൊണ്ട് ഇടതുപക്ഷത്തിനെ മ്ലേച്ഛകരമായിട്ടുള്ള രീതിയിൽ വലിച്ചു കീറും വിധം വലിയ മെഴുകലുകൾ മെഴുകിക്കൊണ്ട് കളിക്കുന്ന കളികളൊക്കെ നമ്മൾ കണ്ടു. അങ്ങനെ കളിക്കുന്ന കളികളിൽ ഒരു പൊള്ളൽ പറ്റിയത് വയനാട്ടിലെ ജനങ്ങൾ PR വർക്ക് ചെയ്യുകയാണ്. ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ട് PR വർക്ക് ചെയ്തുകൊണ്ട് ഇലക്ഷൻ പ്രചാരണ വേളയിൽ വയനാട്ടിലെ ജനങ്ങൾ മന്ത്രി രാജനെ കാണാൻ വേണ്ടി അവിടെ എത്തിയെന്നാണ് സ്മൃതി പറഞ്ഞത്. അങ്ങനെ പറഞ്ഞപ്പോൾ അത് ജനങ്ങളുടെ വികാരത്തെയും അല്ലെങ്കിൽ അവരുടെ ആ ഒരു മനസ്സിനെ വല്ലാത്ത രീതിയിൽ എഫക്ട് ചെയ്തതോടുകൂടി വയനാട്ടിലെ ദുരന്ത ബാധിതർ തന്നെ നേരിട്ട് രംഗത്തേക്ക് വന്നിട്ട്, ഞങ്ങൾ അങ്ങനെ ആരുടെയും പൈസ മേടിച്ചിട്ടോ അല്ല ആർക്കും വേണ്ടിയിട്ട് PR ചെയ്യാനായിട്ടോ ഞങ്ങൾ പോയതല്ല, ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന ആളുകൾക്കൊപ്പം അല്ലെങ്കിൽ നമ്മളെ ചേർത്ത് പിടിക്കുന്ന ആളുകൾക്കൊപ്പം അല്ലേ നമ്മൾ എല്ലായ്പ്പോഴും നിലകൊള്ളേണ്ടത്, അങ്ങനെ അറിയാവുന്നത് കൊണ്ടാണ് ഞങ്ങൾ അവിടേക്ക് പോയത്, അല്ലാതെ ആരുടെയും പണം മോഹിച്ചിട്ടോ ആരുടെ അധികാരം മോഹിച്ചിട്ടോ ഒന്നുമല്ല. അങ്ങനെ കേട്ടപ്പോൾ ശരിക്കും വിഷമമുണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുന്ന 3 മക്കളെ കൺമുൻപിൽ നഷ്ടപ്പെട്ടു പോയൊരു അമ്മയുടെ അവസ്ഥയൊക്കെ നമ്മൾ കണ്ടു.
അങ്ങനെ പറഞ്ഞപ്പോൾ സ്മൃതിക്ക് ഒരു പണി കിട്ടിയത് ആ ഒരു വായിൽ നിന്ന് വന്നു പോയ ഒരു വായത്താളം വിട്ടപ്പോൾ അറിയാതെ വന്നു പോയൊരു കാര്യമാണ്. പക്ഷെ ഇവരുടെയൊക്കെ ഉള്ളിലിരിപ്പ് ഇങ്ങനെയാണ് കേട്ടോ. അറിയാതെ വന്നെന്ന് പറയാൻ പറ്റില്ല. മനസ്സിലുള്ളൊരു സാധനം പുറത്തേക്ക് പ്രതിഫലിച്ചു വന്നു. അപ്പോൾ അതിനുശേഷം ഇടത് സൈബർ ഇടങ്ങളിൽ നിന്ന് ഇടത് പ്രൊഫൈലുകളിൽ നിന്ന് ഒരുപാട് വിവാദപരമായിട്ടുള്ള ഒരുപാട് വിദ്വേഷപരമായിട്ടുള്ള പ്രസ്താവനകൾ, പോസ്റ്റുകൾ ഈ പറയുന്ന സ്മൃതിക്കെതിരെ ഉണ്ടായി. അപ്പോൾ പരുത്തിക്കുരുവിന് വീണ്ടും പൊട്ടി. അങ്ങനെ പരുത്തിക്കുരു ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ചർച്ചകളിൽ വന്നിരുന്നുകൊണ്ട് പല വെളുപ്പിക്കൽ വീഡിയോകൾ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ചെയ്യുന്നതിനിടയിലാണ് UDF പറയുന്നത്, മോളെ നിനക്കൊരു കേസ് തരാൻ ഞങ്ങളുടെ കയ്യിലുണ്ട്. വയനാട്ടിലെ വീടുകളിൽ വിള്ളൽ വെടിച്ചു കീറിയിരിക്കുന്നു. പല വീടുകളിലും വെടിച്ചു കീറിയിരിക്കുന്നു. ഈ ഏപ്രിൽ മാസത്തിൽ മഴ പെയ്തുകൊണ്ട് വലിയ മഴയാണ്. വയനാട്ടിൽ മാത്രം, വയനാട്ടിലെ ആ സർക്കാർ പണിത് കൊടുത്തിട്ടുള്ള ടൗൺഷിപ്പിലെ വീടുകളുടെ മുകളിൽ മാത്രം ഭയങ്കര മഴയാണ്. അങ്ങനെ തുടരെ മഴ പെയ്തപ്പോൾ ആ വീട്ടിലിരിക്കുന്ന വീട്ടുടമസ്ഥനായിട്ടുള്ള നൗഫലിന്റെ മുഖത്തേക്ക് ഒരു തുള്ളി വെള്ളം വീണു. മോള് പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യണം. അങ്ങനെ പെട്ടിയും കിടക്കയും എടുത്ത് കേട്ടോ കേട്ടില്ലയോ എന്നുള്ളതൊന്നും നോക്കാതെ കാള പെറ്റുമെന്ന് കേട്ടപ്പോൾ തന്നെ കയറും എടുത്തുകൊണ്ട് മാധ്യമ സംഘം, ഏത് മാധ്യമ സംഘമാണ്, റിപ്പോർട്ടർ TV എല്ലാം കൂടി പൊക്കിയെടുത്ത് അവിടേക്ക് പോയി. എവിടെയാണ്? വയനാട്ടിൽ. എന്നിട്ട് അവിടുത്തെ ചൂരൽമലയിലെ വയനാട് ടൗൺഷിപ്പിലെ വീടുകൾ ഓരോന്നും വീഡിയോ എടുക്കാൻ തുടങ്ങി. അങ്ങനെ എടുത്തു വരുന്നതിനിടയിൽ ഒരു വീട് ശ്രദ്ധയിൽപ്പെട്ടു. അന്ന് വാർത്തകൾ പബ്ലിഷ് ചെയ്യുന്നു. അതായത് ചൂരൽമലയുടെ വീട്ടിൽ ഈ പറയുന്ന ഒരു വിള്ളൽ വന്നിട്ടുണ്ട്. ആ വിള്ളൽ വലിയ വിള്ളലാണ്. മഴ പെയ്തപ്പോൾ വെള്ളം അതിലേക്ക് ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. അത് സ്മൃതിക്ക് കിട്ടിയ വലിയൊരു ബൂസ്റ്റായിരുന്നു. സ്മൃതിക്ക് കിട്ടിയ വലിയൊരു ആയുധമായിരുന്നു. തന്നെ കളിയാക്കുന്ന ഇടതുപക്ഷത്തിലുള്ള അനുയായികളോടും അണികളോടുമൊക്കെ ഒരു വ്യക്തമായിട്ടുള്ള രീതിയിൽ, നല്ല സൗമ്യമായിട്ടുള്ള രീതിയിൽ പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും ഇടതുപക്ഷത്തിനെ താറടിച്ച് കാണിക്കാനും കിട്ടിയൊരു അവസരം. അതിന് വേണ്ടിയിട്ട് റിപ്പോർട്ടർ TV എല്ലാം ഒന്നടങ്കം കൂട്ടുനിന്നു. അരുൺകുമാറില്ല, ബാക്കി എല്ലാ അണ്ണന്മാരും കൂട്ടുനിന്നു. അങ്ങനെ ചെന്ന് വീഡിയോ എടുത്തതിന് പിന്നാലെ ആ സംഭവ സ്ഥലത്തേക്ക് ലൈവായിട്ട് മാധ്യമങ്ങളെ എല്ലാം വിളിച്ചുകൊണ്ട് മാസമായിട്ട് ഒരാളുടെ ഒരു വരവുണ്ടായിരുന്നു. അതാരാണ്? റവന്യൂ മന്ത്രി K. രാജൻ. അദ്ദേഹം വന്നിട്ട് ഒരു സാൻഡ് പേപ്പർ എടുത്തുകൊണ്ട് ആ വീടിന്റെ മുകളിലത്തെ ഭിത്തിയിൽ 2 വര വരച്ചപ്പോൾ, 2 തുടച്ചപ്പോൾ ആ സാധനം എല്ലാം മാഞ്ഞു പോയെന്നേ. അതായത് അവിടെ ഉണ്ടായി എന്ന് പറയുന്ന വിള്ളൽ നിമിഷ നേരം കൊണ്ട് ഇല്ലാതെയായി. ശരിക്കും പറയുന്ന ഒരു വിള്ളലല്ല അത് ആ ഒരു പുട്ടി ഇട്ടിട്ട് അതിന് മുകളിൽ അവർ ജസ്റ്റ് മാർക്കർ വെച്ചിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നതാണ് എവിടേക്കാണ് വെള്ളം വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. എന്നാൽ എന്ത് സാങ്കേതിക വിദ്യയാണ് അവർ ഇവിടെ ഉപയോഗിക്കുന്നതെന്നോ അല്ലെങ്കിൽ എന്താണ് അവിടെ നടന്നതെന്നോ അറിയാനായിട്ടൊരു കഴിവില്ല. മാധ്യമയോളികൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിള്ളൽ എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ഇട്ടു. പക്ഷേ K. രാജൻ അത് പൊളിച്ച് അടിക്ക് കയ്യിൽ കൊടുത്ത സമയത്ത് പിന്നൊന്നും പറയാനില്ലാത്തത് കൊണ്ട് തന്നെ നൗഫൽ എന്ന് പറയുന്ന വീട്ടുടമസ്ഥനും ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു. മാധ്യമ സംഘങ്ങൾക്കൊപ്പവും കൊങ്ങികൾക്കൊപ്പം ഉണ്ടായിരുന്നു. ഇവനൊരു കൊങ്ങിയാണെന്നുള്ളത് നമ്മളെല്ലാവരും മാധ്യമങ്ങളിൽ കൂടി കണ്ടറിഞ്ഞാണ് അല്ലേ. അതായത് ഈ നൗഫൽ എന്ന് പറയുന്ന വീട്ടുടമസ്ഥൻ എന്ന് പറയുന്നവൻ കൊങ്ങിയാണ്, കൊങ്ങികളുടെ അടിമയാണ്. അപ്പൊ അവൻ അവരോടൊപ്പം നിന്ന് ഈ കഥ ഇറക്കിയപ്പോൾ അത് മന്ത്രി വന്ന് അപ്പാടെ പൊളിച്ചു കളഞ്ഞപ്പോൾ പെട്ടെന്ന് അവന്റെ ആ ഒരു ജാള്യത അല്ലെങ്കിൽ അവന് കിട്ടിയ ഒരു അടി, അതിന് മുഖം രക്ഷിക്കണം, നാണം കെട്ട് നാറിയ അവസ്ഥയിൽ നിന്ന് എങ്ങനെയെങ്കിലും തന്റെ മുഖം രക്ഷിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്തത് എന്താണ്? അടുത്ത കളി എന്താണ് ചെയ്തത്? അതായത് ഈ വിള്ളൽ വീണ് കിടക്കുന്നിടത്ത് മന്ത്രി വന്നിട്ട് ഒരു പേപ്പർ ഇട്ട് വരച്ചു. ഞാനല്ലേ വീടിന്റെ ഉടമസ്ഥൻ, എന്നോട് പറയാതെ വന്ന് മന്ത്രി എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? അടുത്ത കളി അതാണ്. കളം വരച്ച് അല്ലെങ്കിൽ കളം വിരിച്ചിട്ടുകൊണ്ട് കളം ഒരുക്കിക്കൊണ്ട് മന്ത്രിക്കെതിരെ വേറൊരു പരാമർശം. എൻ്റെ വീട്ടുടമസ്ഥനായിട്ടുള്ള ഞാൻ അവിടെ നിൽക്കുമ്പോൾ എൻ്റെ വീട്ടിലേക്ക് വലിഞ്ഞു കയറി വരാൻ മന്ത്രിക്ക് എന്താ അവകാശമാണുള്ളത്? എൻ്റെ അടുത്തൊരു വാക്ക് ചോദിച്ചൂടെ? ഞാൻ കൊണ്ടുപോയി കാണിക്കില്ലേ വിള്ളൽ വീണ എവിടാന്ന് എന്ന് പറഞ്ഞുകൊണ്ട് പല മെഴുകലുകളുമായിട്ട് ഈ പറയുന്ന നൗഫൽ അടക്കമുള്ള ആളുകളും വരുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ ഇന്ന് കണ്ടൊരു പോസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. വിള്ളലിനെ പറ്റി സ്മൃതി പരുത്തിക്കാട് പറയുന്ന ഒരു കാര്യമാണ്. അതോടെ കണ്ടിട്ട് അരുൺകുമാർ അത് വലിച്ചു കീറി പൊളിച്ചടിക്ക് കൈ കൊടുക്കുന്ന ഒരു രംഗം കൂടിയാണ്. ഞാൻ അതോടെ കാണിച്ചു തരാം. കുടുംബത്തിലെ 16 പേരെ നഷ്ടപ്പെട്ട ഈ പറയുന്ന നൗഫൽ എന്ന വ്യക്തി ഒരു കോൺഗ്രസ്സുകാരനാണെന്നുള്ളതാണ് അടുത്ത പ്രശ്നം. ഒരു കോൺഗ്രസ്സുകാരനാണെങ്കിലും ആ കോൺഗ്രസ്സുകാരൻ ഈ സർക്കാർ നൽകുന്ന വീടിൽ വിശ്വസിച്ചുകൊണ്ടാണല്ലോ സർക്കാർ നൽകുന്ന വീട് മതി എന്ന് തീരുമാനിക്കുന്നത്. കോൺഗ്രസ് നൽകുന്ന പണമല്ല, അല്ലെങ്കിൽ കോൺഗ്രസ് ഇനി തരാതിരിക്കുന്ന വീടല്ല വേണ്ടത്, എനിക്ക് ഈ സർക്കാർ നൽകുന്ന വീട് മതി എന്ന് സർക്കാരിനെ വിശ്വസിച്ച കോൺഗ്രസ്സുകാരനാണല്ലോ. ആ കോൺഗ്രസ്സുകാരനോട് ഇപ്പോൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അപ്പൊ അത് ഒരു കമന്റിന്റെ കാര്യം പറഞ്ഞു. മറ്റൊരു കമന്റ് പറഞ്ഞിരിക്കുന്നത് നന്ദി വേണം എന്നുള്ളതാണ്. ഇതാണ് പൊതുവായിട്ടുള്ള ഒരു സമീപനം. നന്ദി വേണം. ഈ നന്ദി ആരോടാണ് വേണ്ടത്? അവർക്ക് നഷ്ടപ്പെട്ടത് നമ്മളെല്ലാവരും നമ്മുടെ ഉത്തരവാദിത്വം നൽകി നമ്മൾ കൊടുത്തതാണ്. അത് സർക്കാരിന്റെ കടമയാണ്. അതാണ് ഞാൻ മുൻപും പറഞ്ഞിട്ടുള്ളത്. ഔദാര്യമല്ല, അത് ചെയ്തു കൊടുക്കേണ്ട കാര്യമാണ്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഞാൻ അന്നും പറഞ്ഞിരുന്നു, വീടുകൾ കൈമാറിയിട്ടില്ല. വീട് കൈമാറാതെ ഒരു താക്കോൽ കൊടുക്കൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സ്റ്റണ്ടാണ്. അതിനു മുമ്പ് ഈ പറഞ്ഞ ഗൃഹപ്രവേശന ആളുകളെ വിളിക്കുക എന്ന് പറഞ്ഞാൽ ഗൃഹപ്രവേശനത്തോട് തീയതി കുറിക്കണമല്ലോ. അത് കുറിക്കാണ്ട് അവരെ എങ്ങനെ വിളിക്കും? അപ്പോൾ അവരെ എങ്ങനെയാണ് അവിടെ എത്തിച്ചതെന്നുള്ള ചോദ്യം ഇപ്പോഴും ഞാൻ ഉന്നയിക്കുകയാണ്. അപ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട കാര്യമായി അവിടെ നിൽക്കുന്നു. വീട് നിർമ്മാണം പൂർത്തിയായിട്ടില്ല. ഇപ്പോഴും അത് എപ്പോ പൂർത്തിയാകുമെന്ന് പറയാൻ ഒരാളുകളുടെ പരിമിതിയുണ്ട്. ആ പരിമിതി അവിടെ നിൽക്കുമ്പോൾ ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് സർക്കാർ വിനയത്തോടെ സംസാരിക്കുക എന്നുള്ളതാണ് വേണ്ടത്. ഞങ്ങൾ ഇത് നൽകും,
ശരിയാണ്, അവിടെ കെട്ടിപ്പൊക്കുന്നുണ്ട്. 410 വീടുകൾ കൊടുത്തേ പറ്റൂ. അതിൽ 299 കോടിയുടെ പ്രോജക്റ്റ് ആണ്. ആ പ്രോജക്റ്റ് ഊരാളുകളിലെ പൂർത്തിയാക്കിയേ പറ്റൂ. അപ്പോൾ അത് അവിടെ നിൽക്കുമ്പോൾ അത് പൂർത്തിയായിട്ടില്ല എന്ന യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ടുള്ള മറുപടികളാണ് സർക്കാർ നൽകേണ്ടത്. അതല്ലാതെ സ്മൃതിയുടെ കുരുപൊട്ടലിന്റെ പീക്ക് ലെവലിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്, അല്ലെങ്കിൽ ആ എത്തിയ കാര്യങ്ങളുടെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ ഈ സ്മൃതി ഈ പറയുന്ന കാര്യത്തിന് മറുപടി എന്നോണം അല്ലെ മറുപടിയുമായിട്ട് അരുൺകുമാർ രംഗത്തേക്ക് വന്നിട്ടുണ്ട്. ഞാൻ ആ വീഡിയോ കാണിക്കുന്നതിന് മുൻപ് വീട്ടുടമസ്ഥനായിട്ടുള്ള നൗഫലിന്റെ ഒരു വീഡിയോ 24 ന്യൂസ് പങ്കുവച്ചിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അത് അവകാശം ഞാൻ ആര് വന്നാലും ഞാൻ പറയും അത് വിളിച്ചുണ്ട്. ഞാൻ സർക്കാരിനെ കുറ്റപ്പെടുത്തല്ലേ, ഞാൻ ഒന്നും കൂടി പറയാം, സർക്കാരിനെ കുറ്റപ്പെടുത്തല്ലേ. കാരണം ആ കമ്പനിക്കെതിരെയാണ് ഞാൻ നിന്നത്. കമ്പനി ഫസ്റ്റ് മുതൽ പണി കിട്ടിയപ്പോ മെഴുകല് നല്ല ഫില്ലർ മറ്റേ എന്താ ഭൂകമ്പം വരുമ്പോ കുലുങ്ങൂല, അതൊക്കെ അതിൽ ഞങ്ങളെ വിശ്വാസത എടുത്തുപോയി അവര്. ബാക്കിയുള്ളത് ഞങ്ങൾക്ക് കാണാനും കഴിഞ്ഞില്ല. പിന്നീടാണ് ഈ വാർപ്പൊക്കെ കഴിഞ്ഞപ്പോ വൈറ്റ് വാഷ് കൂടാനുള്ള നേരത്താണ് വിഷുവിന് കൊടുക്കുന്നു പറഞ്ഞത്. അപ്പൊ ഞങ്ങള് ഓരോരുത്തരായിട്ട് ഈ വീട് കാണാൻ ഞങ്ങൾ പോകുന്നുണ്ട്. അപ്പൊ പെട്ടെന്നാണ് എന്റെ വീടിന്റെ കാര്യങ്ങൾ ഞാൻ നോക്കുമ്പോ കിണിവ് താഴ്ന്ന് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ ഞാൻ എഞ്ചിനീയർ കാര്യങ്ങൾ പറഞ്ഞപ്പോ എഞ്ചിനീയർ പറഞ്ഞത് ശരിയാക്കുന്നു പറഞ്ഞു. അങ്ങനെ ഞാൻ രണ്ട് റൂം ചെക്ക് ചെയ്തപ്പോ ആ ഡോറിന്റെ ഭാഗം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ആ ഡോറിന്റെ ആ സൈഡൊക്കെ പൊട്ടിയിരിക്കുന്നുണ്ട്. അത് ഞാൻ അവരെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. അപ്പൊ അവർ ഈ ഡോറ് ലോക്ക് ചെയ്തിട്ടാണ് അവര് പോയത്. പിന്നീടാണ് ഈ സംഭവങ്ങൾ അരങ്ങേറിയത്. കാരണം ഞാൻ എന്റെ വീടിന്റെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ആരെ കുറ്റപ്പെടുത്തിയിട്ടോ ഒന്നുമില്ല. പിന്നെ ഈ കമ്പനി ഫസ്റ്റ് മുതൽ ഞങ്ങളെ വിശ്വാസം മൊത്തം എടുത്തിട്ട് പിന്നീടാണ് ഇങ്ങനത്തെ വർക്കുകൾ ചെയ്യുമ്പോൾ ഞങ്ങൾക്കൊരു മാനസികമായിട്ട് ഇവൻ ആദ്യം പറഞ്ഞത് മന്ത്രിയുടെ കിളി പോയതുപോലെ മന്ത്രി അവിടെ വന്ന് എന്തൊക്കെയോ കാണിച്ചു എന്നാണ്. ശരിക്കും പറഞ്ഞാൽ നൗഫലെ നിന്റെ കിളിയാണ് പോയിരിക്കുന്നത്. നിന്റെ അടുത്ത് ആരൊക്കെയോ പറഞ്ഞ് എരികേറ്റിയതിന്റെ അല്ലെ തിരികേറ്റിയതിന്റെ ഫലമായിട്ട് നീ അവിടെ കിടന്ന് മെഴുകി കാണിച്ചു കൂട്ടിയ തോന്നിവാസങ്ങൾ ഇതൊരിക്കലും ഔദാര്യമല്ല എന്ന് എനിക്ക് ഇപ്പോഴും അറിയാം. ഔദാര്യമാണെന്ന് ഞാനും പറയുന്നില്ല. പക്ഷെ ഇവനെ പോലെയുള്ള ചില ചെറ്റകൾ കാരണമാണ് പല ആളുകളും കമന്റുകൾ ഇടുന്നത്. ഇതൊക്കെ ഔദാര്യം കിട്ടിയ വീടുകളാണ്, അല്ലെ നന്ദികേട് കാണിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പല ആളുകൾ കമന്റ് ഇടുന്നത് ഇവനെ പോലെയുള്ള തോന്നിവാസികൾ കാരണമാണ്. കാരണം ഇവന്റെ 16 പേരോളം, ഒരു കുടുംബത്തിലെ 16 പേരോളം നഷ്ടപ്പെട്ടു എന്നാണ് പല മാധ്യമങ്ങളിലും ഞാൻ കണ്ടത്. അങ്ങനെയുള്ള ഒരാൾ വന്നിട്ട് സംസാരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്തോ ഒരു സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട്, എന്തോ ഒരു രാഷ്ട്രീയ മോഹം ഉള്ളിലുള്ളത് കൊണ്ട് തന്നെയും വൃത്തികേടുകൾ പറയാൻ വേണ്ടിയിട്ട് വന്നിരുന്ന് സംസാരിക്കുന്ന രീതിയാണിത്. ഇവൻ ആദ്യം പറഞ്ഞത് മന്ത്രിയുടെ കിളി പോയെന്നാണ്. എല്ലാവർക്കും വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുക്കുന്ന നാളിതുവരെയും, അതായത് ഈ വയനാട്ടിലെ ദുരന്തമുണ്ടായി അന്ന് തൊട്ട് ഇന്ന് വരെയും അവരോടൊപ്പം അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിന്നൊരു റവന്യൂ മന്ത്രിയാണ് കെ രാജൻ. ആ കെ രാജൻ എന്ന് പറയുന്ന മന്ത്രി ഉദ്ഘാടന വേളയിൽ അവിടേക്ക് ചെല്ലുമ്പോൾ ഒരുപാട് അമ്മമാരാണ് ഓടി വന്ന് വാരിപ്പുണരുന്നത് കെ രാജൻ എന്ന് പറയുന്ന മന്ത്രിയെ. എന്തുകൊണ്ടാണ്? അവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ അയാൾ ചെയ്തു എന്ന് ആ അമ്മമാർക്കും അവിടെയുള്ള കുട്ടികൾക്കും എല്ലാവർക്കും മനസ്സിലായി. പക്ഷേ ഈ നൗഫലിനെ പോലെയുള്ള കുറച്ച് കീടാണുക്കൾ, നമുക്കറിയാം ഇപ്പോൾ ഹാർപ്പിക്ക് ഉപയോഗിച്ചാലും 99.9% മാത്രമേ അണുക്കൾ ചാവുന്നുള്ളൂ. ബാക്കി 1% അവിടെ നിലനിൽക്കും. ആ സെയിം അവസ്ഥ തന്നെയാണ് നൗഫലിന്റെ കാര്യത്തിലും. നൗഫലിനോടൊപ്പം നൗഫലിനെ ചേർത്ത് പിടിച്ചത് കൊങ്ങികളാണ്. നൗഫലും കൊങ്ങിയുടെ ഒരു അടിമയാണ്. അങ്ങനെ ഉള്ളപ്പോൾ നൗഫലിന് ഈ രീതിയിൽ പ്രതികരിക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് ഇപ്പൊ പണി കിട്ടുമെന്ന് അറിഞ്ഞപ്പോൾ വേറെ മെഴുകലുകൾ. എന്തായാലും ഇനി ബാക്കി കാര്യങ്ങൾ പറയുന്നതിന് മുൻപ് അരുൺകുമാർ ഈ പറയുന്ന സ്മൃതീഷിന് കൊടുക്കുന്ന ഒരു മറുപടിയുണ്ട്. ബാധിതന്റെ ഭാഗത്ത് നിന്ന് കേൾക്കാൻ കഴിയാത്തൊരു പ്രയോഗം കൂടി ഉണ്ടായി. വളരെ നിർഭാഗ്യകരമായ കാര്യമായിരുന്നു. കിളിപോയ മന്ത്രി എന്നൊരു തരത്തിലുള്ള ഒരു പ്രതികരണം ഉണ്ടായി. യഥാർത്ഥത്തിൽ അത് അദ്ദേഹത്തിന്റെ വേദനയിൽ എന്ന് പറഞ്ഞതാകാം എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അദ്ദേഹവും അത് മനസ്സിലാക്കിയിരുന്നു. എഞ്ചിനീയർകാരോട് അദ്ദേഹത്തിന് അത് വിശദീകരിക്കാമായിരുന്നു. ഊരാളുകൾക്ക് അദ്ദേഹത്തോട് പറയാമായിരുന്നു, ശരിയാണെന്നേ, ഈ സർക്കാരിന് കിളി പോയിട്ടുണ്ട്. എന്താ കാരണം? ഇതേപോലെ അർദ്ധരാത്രിയിൽ 11:30 കൊണ്ട് ഡിപ്പോസിറ്റ് കൊടുത്ത് ട്രഷറി കൊടുത്ത് കേസ് ഇച്ഛാശക്തിയോടുകൂടി ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയി 60 ദിവസത്തിലുള്ള ഒരു ഭൂമി ഏറ്റെടുത്ത് ഇതിൽ നിശ്ചയദാർഢ്യത്തോടുകൂടി ഇങ്ങനൊരു ടൗൺഷിപ്പ് വിഭാവനം ചെയ്തത് കിളി പോയതുകൊണ്ടാണ്. ആ കിളി പോയതുകൊണ്ടാണ് ആ മനുഷ്യർ ഇത്രയും കാലം പലതവണ മല കയറി ഇറങ്ങിയതും ഇതേപോലെ ദുരന്തബാധിതരായ മനുഷ്യർക്കൊപ്പം ചേർന്ന് നിന്നതുമെല്ലാം. അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ വെച്ചോളൂ. കൂലിപ്പണിക്കാരൻ എന്ന് കിട്ടിയ അദ്ദേഹത്തിന്റെ വിശേഷണം, അദ്ദേഹത്തിന് ലഭിച്ച പട്ടമായിട്ട് തന്നെയാണ് ഞാനും കണക്കാക്കുന്നത്. അതിൽ തെല്ലും നിരാശപ്പെടാൻ കെ രാജന് വകയില്ല എന്നുള്ളതാണ്. എത്രയും വേഗം അത് പൂർത്തിയാക്കുക, ദുരന്തബാധിതരായ മനുഷ്യരെ ചേർത്ത് പിടിക്കുക, അതുവരെ അവർക്ക് കഴിയാനുള്ള എല്ലാവിധ സഹായങ്ങളും നൽകുക എന്നുള്ളതാണ് ഇനി സർക്കാരിന് ചെയ്യാൻ കഴിയുക. ദിനപത്ര ഇപ്പോൾ കൊടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ബാക്കി വിവാദങ്ങൾക്കുണ്ട്. കണ്ടില്ലേ, കൃത്യമായിട്ട് തന്നെ സ്മൃതീഷിന്റെ അണ്ണാക്കിലേക്ക് അല്ലെ അന്നനാളം നിറയ്ക്കുന്നത് പോലെ അരുൺകുമാർ സംസാരിച്ചിട്ടുണ്ട്. കൂലിപ്പണിക്കാരനെന്ന് വിളിച്ചു കഴിഞ്ഞാൽ അതിൽ അയാൾ അഭിമാനം കൊള്ളുമെന്നാണ് അരുൺകുമാർ പറയുന്നത്. കാരണം ഈ മാധ്യമ പ്രവർത്തകർ പോയതിനേക്കാൾ 100 തവണ കെ രാജൻ എന്ന് പറയുന്ന മന്ത്രി അവിടേക്ക് പോയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള കെ റഫീഖ്, കെ രാജൻ, ഇവരെ പോലെയുള്ള ഒരുപാട് മന്ത്രിമാർ അവിടേക്ക് എല്ലാ ദിവസവും രാപ്പകലില്ലാതെ പണിയെടുത്തിട്ടുണ്ട്. അതിനൊക്കെ കണക്ക് പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഔദാര്യം എന്ന് പറയുന്ന സാധനമൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നതാണ്. മനുഷ്യനെ സഹായിക്കാൻ സാധിക്കുള്ളൂ അല്ലേ?
അപ്പോൾ ഇതിനെയൊക്കെ വേറെ അർത്ഥങ്ങളിൽ കണ്ടുകൊണ്ട് സംസാരിക്കുന്ന ഇവളുമാരെ പോലെയുള്ളവരുടെയൊക്കെ രാഷ്ട്രീയ ബോധം അല്ലെ രാഷ്ട്രീയ ചരിത്രം അത് ഒരിക്കൽ കൂടി ചികഞ്ഞെടുത്ത് നോക്കേണ്ടി വരും. ഇനി അരുൺകുമാറിന്റെ വേറൊരു വീഡിയോ ഉണ്ട്. എങ്ങനെയാ പോണ്ടിംഗ് ടെസ്റ്റ് നടത്തുക? ഈ ചോർച്ചയുണ്ട് എന്ന് കരുതുന്ന പ്രദേശത്ത് ഗ്രൗട്ട് ഇട്ട് ഇഞ്ചക്ട് ചെയ്ത് അവിടെ പൂർണ്ണമായും പൂർത്തിയാക്കിയതിനു ശേഷം അതിന്റെ പുറത്ത് ചെറിയ വോള് വെച്ച് ഒരു ചെറിയ കുളം പോലെ ഉണ്ടാക്കി അവിടെ വെള്ളം 24 മുതൽ 36 മണിക്കൂർ വരെ കെട്ടി നിർത്തിയതിനു ശേഷം അവിടെ വെള്ളം കിരിഞ്ഞിറങ്ങുന്നുണ്ടെന്ന് നോക്കാൻ വേണ്ടി രേഖപ്പെടുത്തിയ 2 പെൻസിലിന്റെ അടയാളം. ആ പെൻസിലിന്റെ അടയാളത്തെ വലിയ രീതിയിൽ ക്രാക്ക് ഉണ്ടെന്ന മട്ടിൽ പ്രചരിപ്പിച്ചത് ദുരന്തബാധിതരുള്ള സ്നേഹം കൊണ്ടല്ല. ഈ പദ്ധതി എങ്ങനെയെങ്കിലും വിവാദത്തിൽപ്പെട്ട് തകർന്നു പോകണമേ എന്നുള്ള ഒറ്റ പ്രാർത്ഥനയുടെ ഭാഗമായിട്ടാണ്. അത് പൊളിച്ചു കാണിക്കാൻ മന്ത്രിക്ക് ഉത്തരവാദിത്വമുണ്ട്. അതാണ് മന്ത്രി അവിടെ കാണിച്ചത്. അതുകൊണ്ടാണ് മന്ത്രിക്ക് മുകളിൽ കയറി വരച്ചു കാണിക്കേണ്ടി വന്നത്. നിങ്ങൾ പറഞ്ഞ വിള്ളൽ യഥാർത്ഥത്തിൽ പെൻസിൽ കൊണ്ട് വരച്ച വരയായിരുന്നു. അതിനിടയിലുള്ള ഭാഗമാണ്. അത് ഗ്രൗട്ട് ഇട്ട് ഇപ്പോൾ പൂർത്തിയാക്കി പ്ലാസ്റ്റർ ചെയ്തു. ഇനി ആ ഭാഗത്ത് വീണ്ടും പോണ്ടിംഗ് ടെസ്റ്റ് നടത്തിയതിനു ശേഷം 2ഓ 3ഓ പോണ്ടിംഗ് ടെസ്റ്റ് നടത്തിയതിനു ശേഷം ഇനി അവിടെ വെള്ളം കിരിയുന്നുണ്ടോ എന്ന് നോക്കും. ഇനി മഴക്കാലം കൂടി വരുമ്പോൾ മാത്രമേ ഇത് പൂർണ്ണമായിട്ട് അറിയൂ. കാരണം നമ്മളൊരു വീട് വെച്ചാൽ ഒരുപക്ഷെ ഒരു മഴക്കാലത്ത് വീട് വെച്ച് തുടങ്ങിയാൽ അല്ലെങ്കിൽ ഒരു വേനൽക്കാലത്ത് വീട് വെച്ച് തുടങ്ങിയാൽ മഴക്കാലവും മഞ്ഞുകാലം ആകുമ്പോഴൊക്കെയാണ് 4-5 മാസം കൊണ്ടാണ് വീട് പൂർത്തിയാവുക. വ്യത്യസ്ത ഋതുക്കളിലൂടെ പോകും. നോക്കൂ, ഡിസംബർ 20-ാം തീയതി തുടങ്ങി മാർച്ച് മാസം 2-ാം തീയതി താക്കോൽ കൈമാറിയ വീടിന്റെ പ്രോജക്റ്റിന്റെ കാലമാണ്. എത്ര ഋതുക്കളെ അതിജീവിച്ചു, എത്ര വേനൽ അതിജീവിച്ചു, എത്ര മഴ അതിജീവിച്ചു, എത്ര മഞ്ഞ് അതിജീവിച്ചു. അപ്പോൾ ഇതെല്ലാം കൃത്രിമമായി നിർമ്മിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് അതിലെ സാങ്കേതികമായ പ്രശ്നം. അതുകൊണ്ട് ഇന്ത്യയിൽ തന്നെ ലഭ്യമായ ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യയിൽ നിങ്ങൾ ഇവിടുത്തെ ഡ്രൈനേജ് കണ്ടിട്ടുണ്ടോ? ഏറ്റവും മികച്ച ഡ്രൈനേജ് സംവിധാനം അവിടെ ഒരുക്കിയിരിക്കുന്നത്. അവിടെ ഒരുക്കിയിരിക്കുന്ന ലാൻഡിന്റെ പാറ്റേൺ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏറ്റവും മാതൃകാപരമായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അത് നിശ്ചയമായും തൊഴിലാളികൾ അവിടെ ഇല്ലാത്തത് കൊണ്ട് കാലതാമസം എടുക്കും. അത് വേഗത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഊരാളുങ്കൽ കമ്പനിയാണ്. ഊരാളുങ്കൽ കമ്പനിയാണ് സർക്കാരിന് ഉറപ്പ് കൊടുത്തിരിക്കുന്നത് ഈ വരുന്ന 2-3 ആഴ്ചക്കുള്ളിൽ പൂർത്തിയാക്കാൻ കഴിയുമെന്ന്. അപ്പോൾ വസ്തുത ഇതായിരിക്കെ വലിയ രീതിയിലുള്ള പ്രചരണമാണ് അഴിച്ചുവിടുന്നത്. ആ പ്രചരണം അഴിച്ചുവിടുന്നവരുടെ കാര്യമാണ് ഇതിലും വലിയ കഷ്ടം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് യൂത്ത് കോൺഗ്രസിന്റെ നേതാവിന്ന് അവിടെ വന്ന് ആ ലീഗിനെ കുറിച്ചൊക്കെ പറയുന്നത് കാണുമ്പോഴേ ഒരു കാര്യം ശരിയാ, യൂത്ത് കോൺഗ്രസും കോൺഗ്രസുകാരും വെച്ചു കൊടുത്ത വീട്ടിൽ നിങ്ങൾക്കൊരിക്കലും വിള്ളൽ കണ്ടെത്താൻ കഴിയില്ല. നിങ്ങൾക്കൊരിക്കലും അവിടെ ക്രാക്ക് കണ്ടെത്താൻ കഴിയില്ല. നിങ്ങൾക്കൊരിക്കലും ഈ കോൺഗ്രസുകാരുടെ വീട്ടിൽ ഈ രീതിയിലുള്ള പോണ്ടിംഗ് ടെസ്റ്റ് നടത്തിയതിൽ അവശിഷ്ടവും കാണാൻ കഴിയില്ല. നിങ്ങൾക്കൊരിക്കലും കോൺഗ്രസുകാർ വെച്ചു കൊടുത്ത വീട്ടിൽ 2 വരയിട്ട പെൻസിൽ കാണിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. കാരണം അത് കാണിച്ചു കൊടുക്കണമെങ്കിൽ അവിടെ വീട് വേണം. പക്ഷെ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും പ്ലാൻ അനുസരിച്ച് അവിടെ വീടില്ലാത്തത് കൊണ്ട് വീട്ടിലെ വിള്ളലും കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. എന്നിട്ട് വീട് വെക്കാൻ കഴിയാത്ത മനുഷ്യരാണ്, ഭൂമി ഏറ്റെടുത്ത് ഒരു കല്ലിന് മേൽ ഒരു കല്ലെടുത്ത് വെക്കാൻ പറ്റാത്ത മനുഷ്യരാണ് ഇവിടെ പോണ്ടിംഗ് ടെസ്റ്റ് നടത്തി കൃത്യമായ പരിശോധനാ ഫലത്തിലൂടെ കിഫ്കോണിന്റെ പരിശോധനയിലൂടെ ഒടുവിൽ 5 വർഷത്തെ ഡിഫക്ട് ലയബിലിറ്റി ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മാതൃകാപരമായ ടൗൺഷിപ്പ് പദ്ധതി കൈമാറാൻ വേണ്ടി വരുമ്പോ അതിന് മുന്നിൽ നിന്നുകൊണ്ട് വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് ഇത് കാണുമ്പോൾ കണ്ടില്ലേ? സത്യമായിട്ടുള്ള കാര്യങ്ങൾ വരച്ച് കാണിച്ചുകൊണ്ട് അല്ലെ വലിച്ചു കയറിക്കൊണ്ട് തന്നെയാണ് അരുൺകുമാർ സംസാരിക്കുന്നത്. അതായത് വീട് പോലും വെച്ചു കൊടുക്കാൻ കഴിവില്ലാത്ത വെറും കഴിവേറുകൾ അല്ലെ വൃത്തികെട്ടവന്മാർ, ശവം തൂക്കികൾ അവന്മാരാണ് വന്നിട്ട് വയനാട് ടൗൺഷിപ്പിനെ അട്ടിമറിക്കാനും വയനാട് ടൗൺഷിപ്പിനെ പറ്റി കുറ്റം പറയുന്നതാണ് അരുൺകുമാർ പറയുന്നത്. ഇതിന് കൂട്ടുപിടിച്ചുകൊണ്ട് മാധ്യമ പാപ്പരാസികളായിട്ടുള്ള സ്മൃതീഷിനടക്കമുള്ള ആളുകൾ രംഗത്തേക്ക് വരുന്നത് കാണുമ്പോൾ അതിനേക്കാളും വിഷമകരമാണ്. എന്തായാലും ഇതിന് വേണ്ടുന്ന തക്കതായിട്ടുള്ള മറുപടി അരുൺകുമാർ സ്മൃതീഷിന് കൊടുത്തിട്ടുണ്ട്. അല്ലെ അരുൺകുമാർ എല്ലാ ആളുകൾക്കും വേണ്ടിയിട്ട് സംസാരിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് കാണുമ്പോൾ ഇനിയും കുരുപൊട്ടാനായിട്ട് ഒരുപാട് അണ്ണന്മാരിയ്ക്കുന്നുണ്ട്. ആദ്യം വീട് വെച്ച് കാണിക്കണം, എന്നിട്ടുണ്ടാക്കിയെടുക്കുക നിന്റെയൊക്കെ വലിയ മെഴുകലുകളും വലിയ പ്രതിഷേധങ്ങളും ഒക്കെ. അത് ഉണ്ടാക്കാനായിട്ട് നിന്നോട് സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രം വന്നിരുന്ന് സംസാരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണുന്നവരെ ഓക്കെ.